ഈ ചാതുർമാസ്യം കഴിഞ്ഞു. ചാതുർമാസ്യം എന്ന് പറയാൻ വലിയ മഴയും മറ്റുള്ള കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന ആ അവസ്ഥയെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് രാമന് പിന്നെയും സീതയെ ഓർമ്മ വന്നു. രാമനിലെ മനുഷ്യൻ അവിടെ എൻലാർജ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വളരെ ആ മനുഷ്യത്വം അവിടെ എടുത്ത് കാണിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ വികാര വായ്പുണ്ടായി. തൻ്റെ പ്രണയിനിയായ സീത എവിടെ എന്നുള്ള അന്വേഷണത്തിന് വ്യഗ്രമായ ഒരു മാനസികാവസ്ഥയോടുകൂടി വിലപിക്കുകയാണ് രാമൻ. ശ്രീരാമൻ്റെ അത്തരം വിലാപം ശ്രീരാമനിലെ മനുഷ്യഭാവത്തെ ഏറെ സ്പഷ്ടമാക്കി നമുക്ക് തരികയാണ്. അപ്പോൾ ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു, സുഗ്രീവനെ വേഗം പോയി കാണണം. സുഗ്രീവൻ എന്ത് പറഞ്ഞിട്ടാ നമ്മുടെ സഹായം സ്വീകരിച്ചത്? അതിന് പ്രത്യുപകാരം ചെയ്യാൻ സമയമായി. അതായിരുന്നു കരാർ. അല്ലാതെ ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്താൽ അതിന് പ്രത്യുപകാരം ചെയ്തേ കഴിയൂ എന്ന് വാശി പിടിക്കുന്നത് നല്ല സ്വഭാവമല്ല. ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നത് തിരിച്ചൊരു ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ടാകരുത്. പക്ഷേ ഇതൊരു കരാറാണ്. നീ അങ്ങനെ ചെയ്താൽ ഞാനിങ്ങനെ ചെയ്യും. ഇതായിരുന്നല്ലോ കരാറിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്. അങ്ങ് എൻ്റെ ഭീതികരമായ അവസ്ഥ ഒഴിവാക്കി എനിക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ പാകത്തിൽ ബാലിയെ വധിച്ചു തന്നാൽ അങ്ങക്ക് ഹിതകരവും സുഖകരവുമായ കാര്യം എന്താണോ അത് ഞങ്ങൾ ചെയ്തോളാം. വാൻ്റെ സാമ്രാജ്യം മുഴുവൻ അങ്ങക്ക് അടിയറവ് വയ്ക്കാൻ തയ്യാറാണ് എന്നൊക്കെ അന്ന് ഒരുപാട് കാര്യം പറഞ്ഞതാണ്. പക്ഷേ ലൗകിക മോഹങ്ങളിലും അതിൻ്റെ ആസക്തികളിലും പെട്ട് സമയം പോയത് അറിഞ്ഞില്ല. ചാതുർമാസ്യം പോയത് കാലഘട്ടം 4 മാസം പോയതും അറിഞ്ഞില്ല. രാമനോട് ചെയ്ത പ്രതിജ്ഞ എന്താണെന്ന് ഓർത്തില്ല. അങ്ങനെ ആകെപ്പാടെ വളരെ അലസവും അതുപോലെ തന്നെ ഉപകാരസ്മരണ ഇല്ലാത്തതുമായ ഒരു ജീവിതം സുഗ്രീവൻ മുമ്പോട്ട് നയിക്കുകയാണ്. ഇതിൽ കുപിതനായിട്ടാണ് രാമൻ ലക്ഷ്മണനോട് ഈ സുഗ്രീവനെ സന്ദർശിക്കണം, വിവരമൊന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞത്. അപ്പം രാമൻ അല്പം കോപത്തോടു കൂടിയാണ്, അല്പം പരുഷമായിട്ടാണ് ഇത് പറഞ്ഞതെന്ന് കണ്ട് ലക്ഷ്മണന് അതോർത്തപ്പോൾ ശരിയാണല്ലോ എന്ന് അദ്ദേഹവും ആലോചിച്ചിട്ട് വർദ്ധിച്ച കോപത്തോടു കൂടിയാണ് ഋഷ്യമുഖാചലത്തിലേക്ക് എത്തുന്നത്. കുന്ന് കയറി മുകളിൽ ചെന്നു. എന്നപ്പോഴത്തേക്കപ്പോൾ ആളുകളെല്ലാം അറിഞ്ഞു ലക്ഷ്മണൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് ക്രുദ്ധമായ ഭാവത്തോടു കൂടിയാണ് വരുന്നതെന്നും കൂടി ചാരന്മാർ ചെന്ന് ഹനുമാനോടും സുഗ്രീവനോടും ഒക്കെ ഉണർത്തിച്ചു. അപ്പോൾ താര ഇതറിഞ്ഞിട്ട് ബാലിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന സുഗ്രീവൻ്റെ ഭാര്യയാണല്ലോ താര. ആ താര ഇത് കേട്ടിട്ട് അവരും ഭയവിഹ്വലയായി. എങ്കിലും അനുനയിപ്പിക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് സുഗ്രീവനോട് പറഞ്ഞിട്ടാണ് ഈ ലക്ഷ്മണൻ കയറി ചെന്നപ്പോൾ കോപകലുഷിതനായിട്ട് വന്ന ഈ ലക്ഷ്മണൻ്റെ അടുത്ത് താര ചെന്ന് മന്ദസ്മിതത്തോടുകൂടിയും ഭക്തിപൂർവവും പ്രണമിച്ചുകൊണ്ട് ആർദ്രവും അനുനയപൂർണവും മാർദ്ദവവുമായ സ്വരത്തിൽ പല കാര്യങ്ങളും പറയുകയാണ്. അനുനയ സ്വഭാവത്തിലാണ് പറയുന്നത്. വെറും കവികുലജാതരായ ഞങ്ങൾക്ക്, വാനരപ്രകൃതികളായി ജീവിക്കുന്ന ഞങ്ങൾക്ക് നാഗരിക ജനത്തിൻ്റെ സംസ്കാരമോ ആ തരത്തിലുള്ള ഔചിത്യമോ ഒന്നും ഉണ്ടാവില്ല. സതയം പൊറുക്കണം. എല്ലാ വാക്കുകളിലും ക്ഷമാപണത്തിൻ്റെ തീവ്രമായൊരു ധ്വനി. ഞങ്ങളെ ഒരിക്കലും ആപത്തിൽപ്പെടുത്തരുത് എന്നുള്ളൊരു പ്രാർത്ഥനാ നിർഭരമായ മനോഭാവം. ഇതൊക്കെയായിരുന്നു താരയിൽ നിന്ന് ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ ഹനുമാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ദേഷ്യം അടങ്ങിയില്ല. താരയും കൂടെ ഇതിങ്ങനെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവിടെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ അത് വളരെ സംഗ്രഹിച്ച് അല്പമേ ഉള്ളൂ. വാൽമീകി രാമായണത്തിൽ കുറേ ഭാഗങ്ങളായുണ്ട്. 2-3 അധ്യായത്തോളം താരയുടെ ഈ ക്ഷമായാചനത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ഒടുവിൽ പല്ലക്ക് ഒരുങ്ങി. പല്ലക്കിനകത്താണ് ഈ സുഗ്രീവനും ലക്ഷ്മണനും കൂടി ഈ രാമൻ്റെ സൗധത്തിലേക്ക് ചെല്ലുന്നത്. അമാലന്മാർ പല്ലക്ക് ചുവന്നു. അമാലന്മാരെന്ന് പറയുന്നത് പല്ലക്കെടുക്കുന്ന ആളുകളാണ് അമാലന്മാരെന്ന് പറയുന്നത്. അമാലന്മാർ എന്ന് പറയും.
ഈ അമാലന്മാർ പല്ലക്ക് ചുമന്നു. അതും ബലശാലികളായ കരുത്തന്മാരായ വാൻ്റെ ശക്തന്മാർ തന്നെയാണ് അത് എടുത്ത് അതിമനോഹരമായ ഒരു യാത്രയായിട്ട് തന്നെയാണ് കാഴ്ചക്കാർക്ക് തോന്നുക. അങ്ങനെ ഒരു രാജാവിന് ഉചിതമായ ആർഭാടങ്ങളൊക്കെ സുഗ്രീവനോടൊപ്പം ഉണ്ടായിരുന്നു. രാമാന്തികത്തിൽ ചെന്ന് വണങ്ങി. പക്ഷെ രാമൻ അപ്പോൾ കോപിക്കുകയല്ല, നമുക്ക് ശീഘ്രം സീതാന്വേഷണത്തിന് പോകണ്ടേ, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ വേഗം എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ സുഗ്രീവന് സന്തോഷമായി. അപ്പോൾ ഈശ്വരങ്കിൽ നിന്ന് അതേ ഉണ്ടാവുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ എന്താണോ നീ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമോ? ഒരു ഈശ്വരനോ നീ എന്താ അങ്ങനെ ചെയ്തത്, നീ പണ്ടങ്ങനെ ചെയ്തത്, നിന്നെ കുറച്ച് അനുഭവിക്കുക, നിന്നെ അനുഭവിപ്പിക്കുന്നുണ്ട് എന്നൊന്നും പറയില്ലല്ലോ ഈശ്വരൻ. അതാണ് ഈശ്വരൻ്റെ ഒരു വിശേഷം. നമ്മൾ ഏത് തരത്തിലുള്ള പ്രാർത്ഥന നടത്തുമ്പോഴും ഈശ്വരൻ അത് കേൾക്കുക തന്നെയാണ്. കേട്ടിട്ടതിന് ശേഷമാണ് അതിനേതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാക്കി തരുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അത്. ഈശ്വര പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ദിവ്യത്വവും അതാണ്. ഈശ്വരനെ നമ്മൾ ഭജിക്കുന്നു, നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഭഗവാൻ അത് കൈക്കൊള്ളുകയാണ്. നല്ലതായാലും ചീത്തയായാലും കൈക്കൊള്ളുകയാണ്. ആ കൈക്കൊണ്ടിട്ട് ആശ്വാസത്തിൻ്റെ എന്തെങ്കിലും ഒരംശം നമുക്ക് ജീവിതത്തിൻ്റെ എപ്പോഴെങ്കിലുമായിട്ട് തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കർമ്മത്തിൻ്റെ വൈശിഷ്ട്യം ഏതെല്ലാം തരത്തിലൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനേ കഴിയില്ല. ഈ കർമ്മം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അനുഭവത്തെ സാക്ഷാത്കരിക്കാനുള്ള ക്രിയയാണ് ഈ കർമ്മം എന്ന് പറയുന്നത്. എന്താണ് കർമ്മം എന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് ഉത്തരം പറയാൻ ഒക്കുന്നത്. എപ്പോഴും പറയാൻ ഒക്കുന്ന കർമ്മം അതാണ്. അപ്പോൾ ഈ യാത്ര അങ്ങ് രാമൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ സുഗ്രീവൻ ചെയ്ത പണി എന്ന് പറയുന്നത് ഭയവിഹ്വലനായിട്ട് ദൂരദേശങ്ങളിലേക്ക് പല കാര്യാർത്ഥങ്ങളായിട്ട് പോയിട്ടുള്ള ദേശാന്തരങ്ങളിൽ പോയ വാനന്മാരെയൊക്കെ സീതാന്വേഷണമാകുന്ന പ്രത്യേക കാര്യത്തിനായി എല്ലാ സ്ഥലങ്ങളിലേക്കും ആളെ പറഞ്ഞായി തിരിച്ചു വരാൻ കൊട്ടാരത്തിലേക്ക് അവരുടെ ഒരു മീറ്റിംഗ് കൂടാനാണ്. ആ മീറ്റിംഗ് കൂടിയിട്ട് ലക്ഷണങ്ങളും യാത്ര എങ്ങോട്ടൊക്കെ വേണമെന്ന് നിർദ്ദേശിച്ച് അതിൻ്റെ യാത്ര ഷെഡ്യൂൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ ഇവിടെ വിളിക്കാനായിട്ട് അനുചരന്മാരെ അയച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഏതാണ്ട് ഒരു മാസം ആയപ്പോഴേക്കും ദേശാന്തരങ്ങളിലും ദ്വീപാന്തരങ്ങളിലും പോയിരുന്ന എല്ലാ വാനന്മാരും തിരിച്ചു വന്നു. അതോടെ സീതാന്വേഷണത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി പൂർത്തിയാക്കിയെടുത്തു. സംഘമായി പിരിഞ്ഞു. സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരാൻ സുഗ്രീവൻ നിർദ്ദേശിച്ചയച്ചു ആദ്യം തന്നെ. അതിനുശേഷമാണ് രാമനെ കാണുകയും ബാക്കി അതിൻ്റെ സംവിധാനങ്ങൾ ഹനുമൽ പ്രഭൃതി ജാമ്പവാൻ പ്രഭൃതികളെ എല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലെ ആക്കിയിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്യുക. അങ്ങനെ വിദൂര ദേശങ്ങളിലേക്ക് പോയി സമുദ്രപര്യന്തമുള്ള ഭൂവിഭാഗങ്ങൾ മുഴുവനും അന്വേഷണം കഴിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു. സുഗ്രീവാജ്ഞ എന്നാ പറയുക, കല്ലിൽ പിളർക്കുന്ന കൽപ്പനയാണ്. പണ്ടേ പറയും സുഗ്രീവാജ്ഞ എന്ന് പറയും. സുഗ്രീവൻ്റെ ആജ്ഞ കല്ലെ പിളർക്കുന്നതാണ്. അതിന് പിന്നെ ഒരു രാമൻ്റെ വാക്കുപോലെ തന്നെ ഒരു ഇളക്കമില്ല. അത് പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്തേ പറ്റുമെന്നുള്ള നിർബന്ധ ബുദ്ധി സുഗ്രീവൻ ഉണ്ടായിരുന്നു. രാമനോടുള്ള ചങ്ങാത്തം കൊണ്ടും സാമീപ്യം കൊണ്ടും ഉണ്ടായ കാര്യമാണ്. സീതാദേവിയെ കാണാതെ 2 മാസമാകുന്ന അവധിക്കുള്ളിൽ വരാത്ത ആൾ 2 മാസമാണ് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം കൊടുത്തത്. 2 മാസത്തിനകത്ത് പോയി ഈ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നേ മതി, ഇല്ലെങ്കിൽ വധിച്ചു കളയുമെന്നാണ് താക്കീത് ചെയ്തു. സുഗ്രീവൻ്റെ മന്ത്രിമാരടക്കം സകല വാനന്മാരും സീതാന്വേഷണത്തിന് വേണ്ടി വിദൂര ദേശങ്ങളിലേക്ക് യാത്രയായി സമുദ്രപര്യന്തമുള്ള ഭൂവിഭാഗം മുഴുവനും അവർ അന്വേഷിച്ചേ മടങ്ങാവൂ എന്നാണ് ഈ സുഗ്രീവ രാജാവ് നൽകിയ കൽപ്പന. അവരത് ശിരസാവഹിക്കുകയാണ്. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ ആ കൽപ്പന അനുസരിക്കുകയാണ്. ആ രാജഭരണത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും പ്രാധാന്യവും അതാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ ഇളക്കി പ്രതിഷ്ഠയില്ലാതെ അത് സാധിക്കുക എന്നുള്ളതാണ്. അത് മോശമായാലും നല്ലതായാലും അതാണ്. ഈ പലരും കൂടിയാൽ പാമ്പും ചാവത്തില്ലെന്ന് പറയുന്നത് പോലെ ഓരോ തീരുമാനങ്ങൾ അവർ എടുക്കും, പിറ്റേ ദിവസം ആ തീരുമാനങ്ങൾ മാറ്റും. ഇങ്ങനെ ഭരണക്കാരായിരുന്നാൽ സാധ്യമല്ല. അതാത് സമയങ്ങളിൽ ചെയ്യാനുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യും. മന്ത്രിസഭ എന്നെന്തിനാണ് പറയുന്നത്? മന്ത്രമാണ്, ക്യാബിനറ്റാണ്, ചെറിയൊരു ക്യാബിനാണ്, ഒരു ചെറിയ മുറിയാണ്. കാര്യാലോചനാ മുറി എന്നതിൻ്റെ അർത്ഥം. മറ്റാളുകൾ ആരും അറിയാതെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ ചേർന്നിരുന്ന് സാമൂഹിക നന്മയ്ക്ക് എന്തൊക്കെ ചെയ്യാനൊക്കുമോ അതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കി അത് കൃത്യമായി നടപ്പിൽ വരുത്തിയതിന് ശേഷം ഇതാ ഞങ്ങൾ നടപ്പിലാക്കി
എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ആദ്യം തന്നെ അങ്ങ് പ്രഖ്യാപനം നടത്തും, പിന്നെ ചെയ്തൊന്ന് വരുത്തും, ഒന്നും നടക്കുകയില്ല. ഇതാണ് നമ്മൾ സാധാരണ എല്ലായിടങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്ന കാര്യം. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും എല്ലായിടത്തും കാണുന്ന ആദ്യം പ്രഖ്യാപനത്തിൽ ഒരു കുഴപ്പമില്ല. പ്രഖ്യാപനം നടത്തും, പക്ഷേ ആ കാര്യസാധ്യം ഉണ്ടാവുകയുമില്ല. മന്ത്രിക്കുകയാണ്, ഉറക്കെ വിളിച്ചു പോവുകയല്ല, മന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ചെവികളിലൂടെ മാത്രം എത്തിച്ചേരുന്ന ശബ്ദമേ ആകാവൂ എന്നർത്ഥം. നമ്മൾ പറയുന്ന കാര്യം നമ്മൾ നമ്മുടെ ചെവിയോടെ അല്ല കേൾക്കുന്നത്. നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ചെവികളിലൂടെ അല്ല, നമ്മുടെ ഈ മാര വഴിയാണ്. അതായത് അസ്ഥിക്കകത്തുള്ള മജ്ജ വഴിയാണ് നമ്മുടെ ശബ്ദം എത്തിച്ചേരുന്നത്. അല്ല, നമ്മൾ മറ്റുള്ളവർ പറയുന്നതൊക്കെ നമ്മുടെ ചെവി കൂടെ എത്തും. പക്ഷേ അവനവൻ്റെ ശബ്ദം അവനവൻ കേൾക്കുന്നത് ചെവിയിലൂടെ അല്ല എന്നുള്ളതാണ്. ശാസ്ത്രം കണ്ടുപിടിച്ചുള്ള കാര്യം. എന്തായാലും അങ്ങനെ വളരെ സൈലൻ്റായിട്ട് മറ്റാൾ കൊട്ടിഘോഷിക്കാതെ കാര്യങ്ങളുടെ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിൽ വരുത്തുകയുമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഈ ആലോചനകൾ വന്നത്. അപ്പോൾ ഈ ഈ സംഘങ്ങളെല്ലാം പോയി, എല്ലാ സംഘങ്ങളും പോയി. അതിലേറ്റവും പ്രബലനായ ഹനുമാനെ സുഗ്രീവൻ അടുത്ത് വിളിച്ചു. സുഗ്രീവൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, രാമനെ സന്ദർശിച്ചിട്ട് രാമൻ്റെ അനുജ്ഞ അനുസരിച്ച് വേണ്ടവണ്ണം ചെയ്യുക എന്ന് ഹനുമാനോട് പറഞ്ഞു. കാരണം ഉള്ളവരിൽ ഏറ്റവും ബലശാലിയും നല്ലവനും പണ്ഡിതനും കാര്യശേഷിയുള്ളവനും ഒക്കെ ഈ ഹനുമാനാണ്. നാനാശാസ്ത്രങ്ങളിൽ അറിവുള്ളവനാണ്, വ്യാകരണ വിദഗ്ധനാണ്, നാഗരികന്മാരോട് സംസാരിക്കാൻ പ്രത്യേകം ക്വാളിറ്റി ഉള്ളവനാണ് ഈ ഹനുമാൻ. അങ്ങനെയുള്ള ഹനുമാൻ നേരെ രാമൻ്റെ അടുത്ത് ചെന്നു. രാമൻ്റെ അടുത്ത് ചെന്നപ്പോൾ തൻ്റെ ഇംഗിതം അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ഭക്തൻ തൻ്റെ അടുത്ത് വന്നല്ലോ എന്ന് വിചാരിച്ച രാമൻ അല്പം സംതൃപ്തിയോടെ തൻ്റെ വിരലിൽ ഇട്ടിരുന്ന മോതിരം ഊരി കൊടുത്തു. ഇത് കൊടുത്തിട്ട് പറഞ്ഞു, സീതാദേവിയെ കണ്ടുപിടിക്കുമ്പോൾ സീതാദേവിക്ക് ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അടയാളവാക്യമായിട്ട് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ആ മോതിരം അങ്കുലീയം ഊരിക്കൊടുത്തു. വാനര സംഘങ്ങൾ പാടി തിമിർത്തുകൊണ്ട് 4 ഭാഗത്തേക്കും പൊതിച്ചു. അവർക്കിത് അന്വേഷിക്കാമെന്നല്ലാതുകൊണ്ട് ഈ രാമൻ അനുഭവിക്കേണ്ട ദുഃഖത്തിൻ്റെ തീവ്രത എല്ലാവർക്കും വല്ലതും വേണം. ഞാനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു, അവരതിന് പോകുന്നു. എന്നാൽ അവിടെ വികാരങ്ങളൊന്നുമില്ല. ഈ റോബോട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വികാര വിചാരങ്ങളില്ല. ചെയ്യുന്നത് ഓർഡർ അനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ 4 ഭാഗത്തേക്കും അവർ പോയി. അങ്ങനെ തെക്കോട്ട് പോയ സംഘം കുറേ ദിവസങ്ങളെ കൊണ്ട് എല്ലാ 4 ദിക്കിലേക്കും പോയി. പടിഞ്ഞാറേക്ക് പോയി, വടക്കോട്ട് പോയി, കിഴക്കോട്ട് പോയി, തെക്കോട്ട് പോയി. അപ്പോൾ ഈ പോയതെല്ലാം അതിന് വിവരണങ്ങൾ കൊടുത്തു സുഗ്രീവൻ. ഇന്ന പോയാൽ ഇന്നത് കാണാം, അവിടെ പോയാൽ അതുണ്ട്, അവിടെ പൊയ്കയുണ്ട്, അവിടെ സമുദ്രമുണ്ട്, അവിടെ നദിയുണ്ട്, ഇവിടെ കാടുണ്ട്, ഇവിടെ ഹിംസജന്തുക്കളുണ്ട്, ഇവിടെ ഇന്ന് ആശ്രമങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അശേഷവും ഈ സുഗ്രീവൻ പറഞ്ഞതായിട്ടാണ്. അപ്പം ഇതിന് അർത്ഥം എന്താ? രചയിതാവായ വാൽമീകിക്ക് ഇതൊക്കെ അറിയാമെന്നല്ലേ? ഇവിടെ എല്ലാം സഞ്ചരിച്ച് ഈ ഭൂപ്രദേശങ്ങളിലുള്ള ജീവിത രീതികളും അവിടുത്തെ നാഗരികവും അനാഗരികവുമായ സംസ്കൃതികളെക്കുറിച്ചും അവിടുത്തെ മറ്റെന്തെങ്കിലും പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ വാൽമീകി നന്നായിട്ട് പരിചയിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് നമ്മൾ ആ കൃതി കാണുമ്പോൾ സുഗ്രീവൻ ഇതറിയാമല്ലോ, സുഗ്രീവൻ ഇതൊക്കെ അറിയാം എന്നല്ല. സുഗ്രീവൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? എഴുത്തുകാരി ആദികവിയായ വാൽമീകിയാണ്. ആ വാൽമീകി പറഞ്ഞ കാര്യങ്ങളാണ് കുറച്ചൊക്കെ സംഗ്രഹിച്ചാണെങ്കിലും എഴുത്തച്ഛൻ മുതൽ പേര് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ അറിവെല്ലാം സാക്ഷാൽ വാൽമീകി മാമുനിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായ വിജ്ഞാനം കൂടിയാണ് അവിടെ മനസ്സിലാവുന്നത്. വിവിധ സസ്യലതാഢ്യമായ പ്രകൃതി, വിവിധ വൃക്ഷലതാ സമൃദ്ധമായ നമ്മുടെ ഭൂപ്രകൃതിയുടെ വൈശിഷ്ട്യം അടുത്തു കണ്ടറിഞ്ഞ് ബോധ്യപ്പെടുകയും വീണ്ടും ഓർമ്മിക്കാൻ പാകത്തിൽ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്ത് തൻ്റെ സാഹിത്യകൃതിയിൽ വഴിയാം വണ്ണം വിവരിച്ചു വാൽമീകി. അതല്ലേ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഈ തെക്കോട്ട് പോയ സംഘം കുറേ ദിവസങ്ങളെ കൊണ്ട് നാടും നഗരങ്ങളും കാടും പർവ്വതങ്ങളും എല്ലാം അരിച്ചു പെറുക്കി നോക്കി. അവിടെ എങ്ങും സീത എന്ന് പറയും, സീതയോ കൊണ്ടുപോയ ഈ രാക്ഷസന്മാരെയോ ആരെയും കാണാൻ പറ്റിയില്ല. കുറേ ദിവസമായി. കുറേ ദിവസം വല്ലതും കഴിച്ചിട്ടേ ഒരു ദിവസം മധ്യാഹ്ന സമയം, ഉച്ചസമയം, മധ്യാഹ്നം, ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്ത് അസഹ്യമായ വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ വാനരന്മാരെല്ലാം കൂടെ, ഒരുപാട് സംഘമുണ്ടല്ലോ, ലീഡർ ഹനുമാനും മറ്റുമൊക്കെ ആണെങ്കിലും ഈ വാനരന്മാർ എല്ലാം പരമശന്മാരായിട്ട് ക്ഷുൽ പിപാസാദി പരിപീഡിതരായി. ക്ഷുത്ത് പിപാസ, പിപാസ എന്ന് പറഞ്ഞാൽ ദാഹം. പാതും ഇച്ഛ ഇത് പിപാസ എന്നാണ് കേട്ടോ. പാതും കുടിക്കുന്നതിൻ്റെ എന്നാണ്. പാതും ഇച്ഛ, കുടിക്കാൻ ഇച്ഛയുള്ള
അതാണ് പിപാസ. അതാണ് നമ്മൾ ദാഹം എന്ന് പറയുന്നത്. ദാഹം ദേഹത്തിലാണ്, ദേഹത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദാഹം എന്ന് പേര് വന്നത്. ദേഹത്തിലേക്കാണല്ലോ അത് കൊടുക്കുന്നത്, ദേഹത്തിനകത്തേക്കാണ് വെള്ളം കൊടുക്കുന്നത്, ദാഹമായി വരുന്നത്. പിപാസാദി പരിപീഡിതരായി വാനജനം വലഞ്ഞു. അങ്ങനെ യാതൊരു ആഹാര പദാർത്ഥവും അടുത്തെങ്കിലും കിട്ടുന്നുമില്ല. എന്തെങ്കിലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയാൽ മതിയെന്നായി. ആദ്യം വെള്ളമാണല്ലോ എപ്പോഴും. ആഹാരം എത്ര വിശന്നിരുന്നാലും ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ വെള്ളമാണ് കുടിക്കുന്നത്. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വല്ലതും കഴിക്കാമെന്നേ പറയത്തുള്ളൂ. അത് വെള്ളത്തിൻ്റെ ഒരു കാര്യം. കാരണം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വെള്ളമാണ്. നമ്മുടെ ശരീരത്തിനകത്ത് അപ്പം എന്ന് പറയുന്ന അംശം, പഞ്ചഭൂതാത്മകമായ ശരീരം, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇതാണല്ലോ ശരീരത്തിൻ്റെ ഘടന. അപ്പോൾ അതിൽ ഏറ്റവും പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് വെള്ളമാണ്. അതുകൊണ്ട് ആ വെള്ളത്തെ ശരീരത്തിന് നൽകുകയാണ് അവിടെ ചെയ്യുക. ആ വെള്ളം കിട്ടിയാൽ വരുന്നതായി. കാട് മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും അവിടെ എല്ലാം തിരഞ്ഞു വരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി തെക്കോട്ടും വടക്കോട്ടൊക്കെ നോക്കി, എങ്ങുമില്ല, ഒരു ജലാശയം കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്ന് പരവശന്മാരായ വാനന്മാർ കാട്ടിക്കൂടെ പതുക്കെ ഇഴഞ്ഞു നീങ്ങും. നടക്കാൻ വയ്യ, പിന്നെ ഇഴഞ്ഞു നീങ്ങുക. അപ്പോൾ സുഗ്രീവൻ്റെ ആജ്ഞയല്ലേ, അവിടെ നിൽക്കാൻ പറ്റില്ല, യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. രാജാവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിലും രാജശാസനത്തെ കല്ലിൽ പിളർക്കുന്ന കൽപ്പനയായതുകൊണ്ട് അവർ അനുസരിച്ചുകൊണ്ടിരിക്കുക. അതിന് ക്യാപ്റ്റന്മാരുണ്ടാവുമല്ലോ, ലീഡേഴ്സ് ഉണ്ടാവും. അവരെ നയിച്ചു അങ്ങോട്ട് മുകളിൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ യാദൃശ്യം അവിടെ ഒരു ഗുഹാമുഖം കണ്ടു. ഒരു ഗുഹയുടെ മുൻവശം ഇങ്ങനെ കണ്ടു. സന്തോഷമായി. അവിടെ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. അതിന് നിൽക്കുമ്പോൾ അതിലേക്കാണ് നോക്കി എല്ലാവരും കൂടെ കൂട്ടമായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഇവരുടെ ഈ ഹുങ്കാര ശബ്ദവും ഈ നിലവിളി, ഈ പാരവശ്യവും ബഹളവും എല്ലാം കേട്ടുകൊണ്ട് ആ ഗുഹയ്ക്കകത്ത് ചില പക്ഷികളെല്ലാം പുറത്തേക്ക് പറന്നു വരുന്നു. അവരുടെ കാലിൽ നിന്ന് വെള്ളത്തുള്ളി ഇറ്റിറ്റ് വീഴുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. എവിടെയോ വെള്ളമുണ്ട്, അവിടെ ഒരു കുളമോ കിണറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അവിടെ. അതിൽ നിന്നാണ് അത് വെള്ളത്തുള്ളി, അല്ലെങ്കിൽ ഇവരുടെ കാലേ വെള്ളം വരെ ന്യായമില്ലല്ലോ. പിന്നെ ഒരു ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി വാൻഡർ ഗുഹ അന്തർഭാഗത്തേക്ക് ഇങ്ങനെ കടന്നു. സാധാരണ ആർക്കും അവിടെ കടന്നില്ലാൻ പറ്റില്ല. എങ്കിലും ഈ വാൻഡന്മാർക്ക് പ്രത്യേക സിദ്ധിവിശേഷങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ ആ ഗുഹയിലേക്ക് കൈകോർത്ത് പിടിച്ച് ഇങ്ങനെ കൈകോർത്ത് പിടിക്കുമ്പോൾ ഒരു ബലം വരുമല്ലോ, മനുഷ്യ ചങ്ങലെന്ന് പറയുന്നത് പോലെ ഒരു ബലം വരും. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും ബലമുണ്ട്. ഐകമത്യം മഹാബലം എന്ന് പറയും. ശരി, ഈ അന്വേഷണം ആ ഗുഹാന്തർഭാഗത്തേക്ക് കൈകോർത്ത് പിടിച്ച് ഉള്ള യാത്രയാണ്. അങ്ങോട്ട് നടന്നു. കുറേ ഇറങ്ങിച്ചെന്നപ്പോൾ ഉണ്ട് അവിടെ കുറച്ച് വെളിച്ചമൊക്കെ, അപ്പോഴത്തേക്ക് ഈ ഗുഹയിലെ ഇരുളെല്ലാം കുറച്ച് നീങ്ങി ആ ദിവ്യമായൊരു പ്രകാശം എവിടെ നിന്നൊക്കെയോ വന്നു ചേരുന്നുണ്ട്. മണിമാളികൾ, പൂന്തോട്ടങ്ങൾ, കെട്ടിപ്പടുത്ത ജലാശയങ്ങൾ, ഉണ്ടാക്കിയ ജലാശയങ്ങൾ, ധാരാളം മധുര പഴങ്ങളൊക്കെ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഒക്കെ കണ്ടു. തിങ്ങി നിൽക്കുന്ന വൃക്ഷതാദികൾ എല്ലാം കണ്ടു. പക്ഷേ ജീവികളെ ആരെയും അവർ കണ്ടില്ല. വാനരന്മാർക്ക് വളരെ ആശ്ചര്യമായി. ആളുകൾ ഒരു ജീവിയില്ലാതെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടാവും, ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല. ശോയതേ എന്ന് വെച്ചാൽ ദൃശ്യത, കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അവിടെ എല്ലായിടത്തും നോക്കി നടന്നപ്പോൾ തേജസ്വിനിയായ ഒരു സ്ത്രീ, തേജസ്സുണ്ട്, സ്ത്രീ സമാധിയിൽ മുഴുകി അങ്ങനെ ധ്യാന നിമഗ്നയായിരിക്കുകയാണ്. അതാരാണെന്ന് അറിയാനുള്ള ഉദ്വേഗം, ഉദ്യോഗമല്ല ഉദ്വേഗം, ആകാംക്ഷ എന്നർത്ഥം. തിക്കിത്തിരക്കി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സമാധി ഉണർന്ന് ആ സ്ത്രീ കണ്ണു വീഴിച്ചു. അപ്പോൾ വാനരന്മാർ വർത്തമാനങ്ങളൊക്കെ നിങ്ങൾ ഇവിടുന്നതൊക്കെ ചോദിച്ചു. ആ ഹനുമാൻ ഓടിച്ചെന്ന് അവരെ നമസ്കരിച്ചിട്ട് പറയും, ദേവി എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഇവിടെ വരാനുള്ള കാരണങ്ങൾ മുഴുവൻ വിസ്തരിച്ചു പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വിസ്തരിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം സീതാദേവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വൃത്താന്തം പറഞ്ഞാൽ അവിടത്തേക്ക് അറിയാമോ, ഞങ്ങൾ പരീക്ഷയിടരായിട്ട് വരികയാണ്, ഇതിൽ ഒന്നും കിട്ടിയില്ല, അന്വേഷിച്ചിട്ടൊന്നും എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല സീതാദേവിയെ. അയോധ്യാധിപതിയായ ശ്രീരാമദേവൻ്റെ ഭാര്യ പട്ടമഹിഷിയായ സീതാദേവിയെ ആണ് ഏതോ ഒരു അരക്കൻ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി സുഗ്രീവൻ, കിഷ്കിന്ധയുടെ അധിപതിയായ സുഗ്രീവൻ ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സീതയെ കണ്ടെത്താതെ ഞങ്ങൾക്ക് തിരിച്ചു ചെല്ലാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരെയും അദ്ദേഹം വധിക്കുക തന്നെ ചെയ്യും, 2 മാസം തികയുന്ന കാലം എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി ഈ ഹനുമാൻ അവരെ ധരിപ്പിച്ചു. അപ്പോൾ ദേവിയുടെ വർത്തമാനം എന്താണ്, അങ്ങക്ക് എന്താണ് പറയാനുള്ളതെന്നൊക്കെ ഹനുമാൻ അന്വേഷിച്ചു. ഹനുമാൻ വളരെ നയകോവിതനാണല്ലോ, വളരെ നർമ്മത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, വിനയത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, ചതുരമായി സംസാരിക്കുക, അതൊക്കെ വലിയ വൈശിഷ്ട്യമാണ് ഈ ഹനുമാനെ. അപ്പോൾ വിശപ്പും അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കാര്യം ചെയ്യും, ഇവിടെ ഇഷ്ടംപോലെ പഴങ്ങളും ഫലങ്ങളും എല്ലാം ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, കാട്ടുകിഴങ്ങളും ഫലങ്ങളും എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഉന്മേഷഭരിതരായിട്ട് വരൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അത് പ്രകാരം വാനരന്മാർ പോയി
മധുരമുള്ള പഴങ്ങളെയും അമൃതസമാനമായ ജലത്തെയും ഇഷ്ടം പോലെ അനുഭവിച്ച് സംതൃപ്തന്മാരും ഉന്മേഷവാദന്മാരുമായ ഒരു ദേവിയുടെ സമീപത്ത് വന്ന് അവരോട് ദേവി പറഞ്ഞു, പണ്ട് വിശ്വകർമാവിന് ഹേമ എന്നു പേരായ ഒരു പുത്രി ഉണ്ടായിരുന്നു. ബാല്യത്തിൽ തന്നെ തപോനിഷ്ഠയൊക്കെ തപോ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക്. അതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം തപസ് ചെയ്യുന്നതിന് വേണ്ടി വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു. വളരെ കാലം കഠിനങ്ങളായ തപോനുഷ്ഠാനങ്ങളെ ചെയ്ത് അവർ ഈ യോഗബലം ആർജിക്കുകയും അങ്ങനെ ദേഹത്തെ ഉപേക്ഷിച്ച് പരമ കൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ മോക്ഷം പ്രാപിച്ചു, മരിച്ചു എന്നർത്ഥമുള്ള അർത്ഥം. ആ ഹേമയുടെ ദാസിയായിട്ട് ചിരകാലം ഇവിടെ ഉണ്ടായിരുന്നു. സ്വയംപ്രഭ എന്നാണ് എൻ്റെ പേര്. അവരുടെ നേരത്തെ ഹേമ എന്ന എൻ്റെ സ്വാമിനിയുടെ നിർദ്ദേശപ്രകാരം ഞാനിവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്രേതായുഗമാകുമ്പോൾ ഇവിടെ ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിക്കുമെന്നും അന്ന് സീതാന്വേഷണം ഉണ്ടാകുമെന്നും അപ്പോൾ വാൻഡന്മാരുള്ള ആളുകളൊക്കെ ഇവിടം സന്ദർശിക്കുമെന്നും അങ്ങനെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഉപചാരങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി നീ കുറേ കാലം കൂടി ഇവിടെ താമസിക്കണമെന്ന് ഹേമ ഈ സ്വയംപ്രഭയോട് പറഞ്ഞുവെന്നും അവർ വിവരം ഈ ഹനുമാൻ മുതലായ ആളുകളോട് സവിസ്തരം പ്രതിപാദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് പോകാൻ സമയമായി, ഭഗവത് സവിധത്തിലേക്ക് ഞാൻ പോവുകയാണ്, നിങ്ങളും പൊയ്ക്കൊള്ളുവിൻ എന്നൊക്കെ ഈ സ്വയംപ്രഭാദേവി പറഞ്ഞു. വാനന്മാർക്കൊക്കെ ബഹുമാനമായി ഭക്തിയോടുകൂടി അവരെല്ലാം വണങ്ങി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു. കണ്ണ് പൂർണ്ണമായിട്ട് അടയ്ക്കണേ. ആരെങ്കിലും തുറന്നു പോയാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം സാധാരണക്കാർക്ക് അഗമ്യമാണ് ഈ സ്ഥലം, കടന്നു വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടാണ് നിങ്ങൾ കടന്നു വന്നത്, ഇങ്ങോട്ട് വന്നത് തന്നെ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അതുകൊണ്ട് കണ്ണെല്ലാം നല്ലതുപോലെ അടച്ചു വെക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചു. നിമിഷാർത്ഥം കൊണ്ട് ഈ സ്വയംപ്രഭാദേവിയുടെ ശക്തി കൊണ്ട് അവർ അന്ധകാര ജടിലമായ ആ ഗുഹാഭ്രമണം, കാലദേശത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി അവരെ പഴയ നിന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ എത്ര വേഗം നടന്നാലും എത്താൻ കഴിയാത്ത കുറേ ദൂരം അവർ നടന്നതാണ്. അതെല്ലാം നിമിഷാർത്ഥം കൊണ്ട് ദൂരം പിന്നിട്ട് എത്തി. അത് ദിവ്യശക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് യോഗബലം സിദ്ധിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഷ്ടൈശ്വര സിദ്ധികൾ നേടിയെടുക്കുന്ന ആളുകൾക്ക് എന്ത് കാര്യവും ക്ഷിപ്രമായി പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. അതാണ് ഇവിടെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വാൻഡന്മാരെല്ലാം അവരെവിടെയാണോ യാത്ര ഗുഹയുടെ മുമ്പിലെത്തി ആ ഭാഗത്ത് തന്നെ അവിടെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ അവരാലോചിച്ചു, ചേട്ടാ എന്നിട്ടും കാര്യം നടന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അവർ കണക്കൂട്ടി നോക്കി, ദിവസങ്ങളൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കി. സുഗ്രീവൻ പറഞ്ഞ ദിവസങ്ങളായി വരുന്നു, ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ, സീതയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുമില്ല. എന്നാലും തെക്കോട്ട് നീങ്ങാം എന്ന് വിചാരിച്ച് തെക്കോട്ട് തന്നെ അവർ യാത്ര ചെയ്ത് കുറേ നടന്നു ചെന്നപ്പോൾ സമുദ്രം കണ്ടു. ആ സമുദ്രക്കരയിൽ ചെന്നു അവർ. അതുവരെ അന്വേഷിച്ചിട്ടും എങ്ങും കിട്ടിയില്ലല്ലോ. ഇനി അവിടുന്ന് അങ്ങോട്ട് പോകാനും സമുദ്രമായതുകൊണ്ട് തെക്ക് വരെ നടന്നങ്ങ് സമുദ്രത്തിന് തീരത്തെത്തി. പിന്നെ അങ്ങോട്ട് പോകാൻ വഴിയില്ല. അവൾ മടങ്ങിപ്പോയാൽ അവധി തെറ്റിയതുകൊണ്ട് സുഗ്രീവൻ വധിക്കും. തിരിച്ചു പോകാൻ നോക്കിയാലല്ലോ, തിരിച്ചു വന്നാൽ അവർ വിസ്തരം കൊന്നു തന്നെ, വേറെ രക്ഷയില്ല. ആകെപ്പാടെ വിഷമത്തിലായി അവർ. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും വളരെ ദുഃഖിതന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പരിദേവനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുന്നു. കുറേ നേരം ഇരുന്നപ്പോൾ ചെല്ലി പറഞ്ഞു, ഇങ്ങനെ ഇരുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? വെറുതെ അങ്ങ് ഇരിക്കാമെന്നല്ലേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, പ്രായോപവേശം ചെയ്യാം. കുറേ ദർഭ അവിടെ ഉണ്ടല്ലോ, അതിലാണ് പറിച്ച് നേരത്ത് അവിടെ കിടക്കാം. പ്രായോപവേശം ചെയ്യാതെ പറഞ്ഞാൽ മരിക്കുക എന്നാണ്. ആത്മഹത്യ എന്ന് തന്നെ അർത്ഥം, ജീവത്യാഗം. അതിന് ഏറ്റവും പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ മരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പേര് ഈ പ്രായോപവേശം. സന്യാസത്തിലൊക്കെ അത് വേറെ മാർഗ്ഗങ്ങളൊക്കെയാണ്, പ്രായോപവേശത്തിനുള്ള സിദ്ധാന്തങ്ങളുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ അർത്ഥം ഈ മരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മരിക്കാൻ തന്നെ തീരുമാനിച്ചു, അല്ലാതെ മറ്റെന്ത് ചെയ്യാനാ? എല്ലാവരും അങ്ങനെ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. സമുദ്രക്കരയിൽ ദർഭ വിരിച്ച് എല്ലാവരും മരണദീക്ഷയും വരിച്ച് കിടന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു പർവ്വതമുണ്ട്, മഹേന്ദ്രപർവ്വതമാണ്. ഈ മഹേന്ദ്രപർവ്വതത്തിൻ്റെ താഴ്വരയുള്ള ഗുഹയിൽ നിന്ന് ഒരു വൃദ്ധനായ ഒരു വലിയ കഴുകൻ, ആ കഴുകൻ നൊണ്ടി മുടന്തി പുറത്തു വന്നു. അയാൾക്ക് നടക്കാനൊന്നും വയ്യ, വാർദ്ധക്യം കൊണ്ടാണ്. അങ്ങനെ നടന്ന് വന്നു. അങ്ങനെ വന്നപ്പോഴേ
ഇയാൾ വിചാരിച്ചടാ ഇത്രയും പേര് നിരന്ന് കിടക്കുന്നുണ്ട്, എത്ര ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇവരെ എല്ലാം കൊത്തി തിന്നാനുള്ള സൗകര്യമായി. ഓ, കൂടുതൽ നടക്കാതെ എനിക്ക് ആഹാരം തന്നല്ലോ, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ, അല്ലെ എനിക്ക് എവിടുന്ന് ആഹാരം കിട്ടുന്നത്? ആഹാരം കിട്ടാതെ ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ മാന്യന്മാരെല്ലാം ഉടനെ മരിക്കും, ഇവരുടെ ശരീരങ്ങൾ എനിക്ക് കുറേ ദിവസത്തേക്ക് കാണും, 1-2 ദിവസമല്ല. അതുകൊണ്ട് സ്വസ്ഥമായി ഇവിടെ കഴിയാം, നല്ലൊരു സ്ഥലത്താണ് എന്തായാലും ഞാൻ വന്ന് വീണത് എന്നൊക്കെ ഇയാൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു. അത് മനസ്സിൽ വിചാരിക്കല്ല, കുറച്ച് ഉറക്കെ തന്നെ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഇത് ഈ വാൻ്റന്മാർ കേട്ടു. വാൻ്റന്മാർ കേട്ടപ്പോൾ സുഗ്രീവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ എത്തിയത് ഈ കഴുകൻ്റെ വായിലാന്നല്ലോ എന്ന് പടപേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ അവിടെ ചൂട്ടും കെട്ടിപ്പടയെന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ ഒരാപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ശ്രമിച്ച വേറെ അത്യാപത്തിൽ ചെന്ന് വിടുക. സുഗ്രീവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, കഴുകൻ്റെ വായിലെത്തി. കഷ്ടം തന്നെ, നമ്മുടെ വിധി അങ്ങനെ ആയിരിക്കാം, അതാർക്കും തടുക്കാനും വയ്യ. എന്നാലും കഴുകന്മാരിലും ഉണ്ടല്ലേ നല്ല ആളുകൾ, അവർ തമ്മിൽ പറയുക. കഴുകന്മാരിലും ചില നല്ല ആളുകളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് അനുഭവമല്ലേ ആ ജടായുവിനെ. ആ ജടായു എന്തെല്ലാം ഗുണമുള്ളവനായിരുന്നു, അവനെ കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളുണ്ടായി, നമുക്ക് ധാരാളം ഉപകാരങ്ങളുണ്ടായി ജടായുവിനെ കൊണ്ട്. ഭഗവാന് വേണ്ടി അവൻ ശരീരത്തെ പോലും ഉപേക്ഷിച്ചില്ലേ. ആ രാവണൻ അവർക്ക് അറിഞ്ഞുകൂടാ. വാനരന്മാരുടെ മുഖത്ത് നിന്ന് അല്ലെ വായിന്ന് ജടായു എന്നൊരു വാക്ക് കേട്ടപ്പോൾ, ജടായു അത് കേട്ടപ്പോൾ ഇയാൾക്ക് ഒരു ഇഷ്ടം. എന്താ കാര്യം? വാനരന്മാരോട് വർത്തമാനങ്ങൾ ചോദിച്ചു, അവരെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ആദ്യം മുതലുള്ള സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഉടനെ വാനരന്മാരുടെ സഹായത്തോടെ സമുദ്രജലത്തിനടുത്തേക്ക് നീങ്ങി മരിച്ചുപോയ ജടായുവിന് വേണ്ട ഉദകക്രിയകൾ, മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു. അത് സമുദ്രത്തിൽ വെച്ച ബലിയിടുക എന്ന സമ്പ്രദായം ഉണ്ടല്ലോ, നമുക്കറിയാം. അത് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ്, എന്താണോ അവിടെ ലഭ്യമായ വസ്തുക്കൾ, ആ വസ്തുക്കൾ കൊണ്ടാണ് ഇടുന്നത്. രാമൻ തന്നെ ദശരഥന് ഈ മരണാനന്തര ക്രിയകൾ നടത്തിയത് എങ്ങനെയാണ്? പിണ്യാകം കൊണ്ടാണ്. പിണ്യാകം എന്ന് പറഞ്ഞാൽ ഈ ഓടൽ പിണ്ണാക്ക് കൊണ്ടാണ്. പിണ്ണാക്ക് കുഴച്ച് തേനിൽ കുഴച്ച് വെച്ച് കൊടുക്കുക. ഇത് രാജഭോഗങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരല്പം ചോറ് കൊടുക്കാൻ പറ്റിയില്ല. ചോറും എള്ളും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാണ് നറുക്കയിൽ വെച്ച് കൊടുക്കുന്ന സമ്പ്രദായമാണല്ലോ അത്. ചില മന്ത്രങ്ങളുമൊക്കെ ചൊല്ലി പരേതാത്മാവിന് മോക്ഷം ഉണ്ടാകണമെന്നും മറ്റുമൊക്കെ അന്നം കൊടുക്കുകയാണ്. അന്നാത് ഭവന്തി ഭൂതാനി എന്ന് പറയും. അന്നം കൊണ്ടാണ് ഭൂതങ്ങൾ നിലനിൽക്കുക, ജീവജാലങ്ങൾ ജീവിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എന്തായാലും ശരി, ആ ഉദയക്രിയകളൊക്കെ നടത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജടായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ സമ്പാദിയാണ്, എൻ്റെ പേരെങ്ങനെയാണ്, സമ്പാദി എന്നാണ്. അതാണ് ഈ കഴുകൻ. ഒരിക്കൽ ജ്യേഷ്ഠാനുജന്മാരായ ഞങ്ങൾ ജടായു സമ്പാദി തമ്മിലൊരു മത്സരം ഉണ്ടായി. എല്ലാവർക്കും അറിയുന്ന കഥയായത്, അത് ചുരുക്കിയെങ്കിൽ പറയുന്നുള്ളേ ഉള്ളൂ. മത്സരം ഉണ്ടായി. ആരാണ് കൂടുതൽ മേലോട്ട് പറക്കാൻ പ്രാപ്തരെന്ന വാദമായിരുന്നു ഈ മത്സരത്തിന് ഒരു അടിസ്ഥാനം. അവസാനം അത് തീർച്ചപ്പെടുത്താൻ വേണ്ടി രണ്ടാളും മുകളിലോട്ട് പൊന്തി പറന്ന് സൂര്യബിംബത്തിൻ്റെ അടുത്തോട്ട് പറക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മേലോട്ട് പൊന്തിയപ്പോൾ ആദിത്യൻ്റെ കിരണങ്ങൾ, സൂര്യൻ്റെ രശ്മികൾ വന്ന് ഇയാൾ ദേഹത്ത് തട്ടി ചൂട് സഹിക്കാൻ കഴിയാതായി. അപ്പോൾ ജ്യേഷ്ഠനായ സമ്പാദി വിചാരിച്ചു, അനിയൻ എന്തെങ്കിലും രക്ഷപ്പെടട്ടെ, അവനൊരു കുഴപ്പം വരരുത്. ജടായുവിനോടുള്ള സ്നേഹം കൊണ്ട് തൻ്റെ വിടർത്തിയ ചിറകിൻ്റെ നിഴലിലാക്കിക്കൊണ്ട് സമ്പാദി പറക്കുക ചെയ്ത്. അതിനാ തോറ്റു എന്ന് തോന്നത്തക്കവണ്ണം നല്ലത് സംരക്ഷിക്കുന്ന ഭാഗത്തിലാണ് സമ്പാദി പറന്നത്. അങ്ങനെ കുറച്ചു ദൂരം മേലോട്ട് ചെന്നപ്പോഴേക്ക് തീക്ഷ്ണങ്ങളായ സൂര്യരശ്മികളേറ്റു. സമ്പാദി 2 ചിറകും കരിഞ്ഞയാൾ താഴെ അങ്ങ് പതിക്കുക ചെയ്യുന്നത്, താഴോട്ട് വീണു. മഹേന്ദ്രപർവ്വതത്തിൻ്റെ താഴ്വരയിലെ, വലിയ മഹേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ, മഹേന്ദ്രപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു സ്ഥലത്ത് അവിടെ ചന്ദ്രമസ് എന്ന് പറയുന്ന ഒരു മുനി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചന്ദ്രമസ്. ആ ചന്ദ്രമസ് എന്ന് പറയുന്ന മുനി തപസ് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് ആ ആശ്രമത്തിൻ്റെ പരിസരങ്ങളിലായിട്ടാണ് ഇയാൾ ചിറക് കരിഞ്ഞ് താഴോട്ട് വീണത്. 4-5 ദിവസം ഒരു ബോധമില്ലാതെ അങ്ങനെ വീണെടുത്ത് തന്നെ കിടന്നു. ബോധമുണ്ടായപ്പോൾ പതുക്കെ അവിടുന്ന് എഴുന്നേറ്റ് അസിഹമായ ദാഹവുമുണ്ട്, ക്ഷീണവുമുണ്ട്, ശരീരത്തിൽ വേദനയുണ്ട്, ചിറകും കരിഞ്ഞു പോയിരിക്കുന്നു. ആകെ ആസന്ന മരണനായിട്ടുള്ള ഒരു രൂപവും ഭാവവും ഒക്കെയാണ് ഈ സമ്പാദിക്കുണ്ടായത്. സഞ്ചരിക്കാൻ വയ്യ, എങ്ങോട്ടും പോകാൻ വയ്യ. വെള്ളം അന്വേഷിച്ച് കുറച്ചു നേരം പതുക്കെ മുടന്തിയൊക്കെ നടന്നൊക്കെ നോക്കി. അപ്പോൾ ചന്ദ്രമസ് മഹർഷിയെ കാണാനായി ഇടയായി. ആ മുനി, ആ മഹർഷി വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു, വളരെ ആഹാരമൊക്കെ കൊടുത്തു, ശുശ്രൂഷിച്ചു, തൃപ്തനാക്കി.
അങ്ങനെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു. അവ പറഞ്ഞ് ജടായുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. ഇനി എങ്ങനെയാണ് എനിക്ക് ചിറക് മുളയ്ക്കാൻ അവസരം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. എന്ന് മാത്രമല്ല ചന്ദ്രബോസിൻ്റെ ആ ജീവചരിത്രം മൊത്തം ഇയാളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതെല്ലാം കേട്ടിട്ട് പിന്നെ സമ്പാദി ആ ഗുഹയിൽ, തൊട്ടടുത്ത ഗുഹയിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ ചന്ദ്രബോസ് ഒരു ദിവസം പറഞ്ഞു, എടേ നിനക്ക് ഈ പിന്നെ ശരീരത്തിന് ചിറകൊക്കെ വരും കേട്ടോ, കുറച്ച് കഴി. അപ്പോൾ അതെങ്ങനെയാണ് സ്വാമി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പണ്ട് ശ്രീരാമൻ എന്ന് പറയുന്ന ഒരാൾ ഈ അയോധ്യയിലെ ദശരഥ രാജാവിൻ്റെ മകനായിട്ട് ജനിക്കും. നീ ദശരഥനെ കേട്ടിട്ടുണ്ട്, ദശരഥനെ കേൾക്കാത്തവരില്ലല്ലോ, എല്ലാ ദിക്കിലേക്കും പോയിട്ടുള്ള ആൾ ദശരഥനല്ലേ. അപ്പോൾ അതുകൊണ്ട് ദശരഥനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ശ്രീരാമൻ എന്ന് പറയുന്ന ഒരാൾ ജനിക്കും. സാക്ഷാൽ നാരായണൻ തന്നെയാണ് മനുഷ്യനായിട്ട് അവതരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവതരിക്കപ്പെടുമ്പോൾ അത് അന്വേഷണാർത്ഥം പിന്നെ ഇവിടെ വനത്തിലെത്തും. അങ്ങനെ ഋഷ്യമുഖാചലം വഴി അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരായിട്ടുള്ള ആളുകൾ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സീതയെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ വരും. അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്താൽ നിനക്ക് ചിറക് വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ നേരെ ഈ ഗുഹയുടെ അടുത്ത് നേരെ അങ്ങ് പിന്നെ മഹേന്ദ്രപുരത്തിന് അടുത്തുള്ള കടൽക്കരയിലേക്ക് പോയി അവിടെ ഒരു ഗുഹയുണ്ട്, അവിടെ പോയി വസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് സമ്പാദി അവിടെ നിന്ന് നോണ്ടി പല ദിവസങ്ങളെടുത്ത് ഈ ഗുഹയിൽ വന്ന് താമസമാക്കിയതും ഇവരെ കണ്ടത്. അപ്പോൾ ഇവൻ നോക്കൂ, ഈ കഥയുടെ ഒരു ബന്ധം നോക്ക്. നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്, ഡിസൈഡഡ് ആണ്. നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും മുൻപ് തീരുമാനിക്കപ്പെട്ടതാണ്, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഥാതന്തു മുകളിലേക്ക് ആ കഥാരീതി ഇങ്ങനെ ഓരോ രീതി കഴിഞ്ഞ് തുടർന്ന് വരികയാണ്. ജീവിതാവസ്ഥയുടെ മുകൾ പരപ്പിലേക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കുക ഈ അനുഭവങ്ങൾ ഓരോന്നും. ആ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്ന് വരികയാണ്. നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യം ഇവരെല്ലാം പറയുന്നുണ്ട്. സ്വയംപ്രഭ പറഞ്ഞു, മുൻപ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ എന്ന് പറഞ്ഞില്ലേ. അത്രി മഹർഷി പറഞ്ഞു, അറിഞ്ഞു. പിന്നെ ശരഭംഗൻ പറഞ്ഞു, അറിഞ്ഞു. മതംഗമുനി പറഞ്ഞു, അറിഞ്ഞു. ഇവരെല്ലാം ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വാർത്ത അറിഞ്ഞു. അന്ന് ടി വിയോ ആകാശവാണിയോ ഒന്നും ഇല്ലല്ലോ, റേഡിയോ ഒന്നുമില്ല. എന്നിട്ടും ഇവരെങ്ങനെ അറിഞ്ഞു? കർണാകർണികയ പറഞ്ഞറിയുകയാണിത്, ചെവിക്ക് ചെവി പറഞ്ഞറിയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞറിയുകയും എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് പ്രവചനപരമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രവചനപരമായ നിഗമനങ്ങളിലൂടെയാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ വരുന്ന ഏതെങ്കിലും പാതകങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ ആലോചിക്കണം, ഈ കഥയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നിലയിൽ കഥയെ രൂപപ്പെടുത്തുകയാണ്. ആ കഥയുടെ നൈരന്തര്യം എന്ന് പറയും. അതായത് തുടർച്ചയായിട്ട് വരുന്നതാണ് നൈരന്തര്യം എന്ന് പറയുന്നത്, നിരന്തരത. ആ നിരന്തരതയെ സൃഷ്ടിക്കാൻ കവി സൃഷ്ടിച്ചെടുത്ത ഒരു സമ്പ്രദായമാണ്, രചനാപരമായ ഒരു കൗശലമാണ് ഇവിടെ കാണുന്നത് എന്ന് സമാധാനിക്കാനൊക്കണം. അല്ലാതൊക്കെയല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഇനി എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് വാണ്ടന്മാർ ആലോചിച്ചു. സമ്പാദിയിൽ നിന്ന് വിവരം കിട്ടിയെന്താണ് വാണ്ടന്മാർ പറഞ്ഞു, ഇങ്ങനെ പണ്ട് പിന്നെ ലങ്കാ രാജധാനിയും അതിലുള്ള അശോകവനവും ശിംശഭ വൃക്ഷവും അതിൻ്റെ ചുവട് രാക്ഷസികളാൽ പരിവൃതയായിരിക്കുന്ന സീതാദേവിയും ഒക്കെ ഉണ്ട്. അത് ഞാൻ ഉയർന്നു പറഞ്ഞപ്പോൾ എൻ്റെ ഗ്രന്ഥ നേത്രം കൊണ്ട് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു സമ്പാദി. അത് വലിയ വിവരമാണ്. അപ്പോൾ സീതയെക്കുറിച്ചുള്ള ആദ്യത്തെ വിവരം നൽകുന്നത്, ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് നൽകുന്നത് ഇയാളാണ്, സമ്പാദിയാണ്. സമ്പാദി അതീവ ഉയരത്തിൽ പറന്നപ്പോൾ ഇത് കണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജടായു ഈ മത്സരത്തിൽ തോറ്റ് കഴിഞ്ഞിട്ട് നേരെ പോയി ഇരിക്കുമ്പോഴാണ് രാമനെ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്ക് തൻ്റെ ചിറക് താഴേക്ക് വീഴുന്നതിനിടയിലാണ് സമ്പാദി ഈ ദൃശ്യം കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ വിവരം പറയാൻ പറ്റില്ല. പക്ഷേ സമ്പാദിയുടെ മകൻ ഒരുത്തനുണ്ടായിരുന്നു, സുപാർശ്വൻ എന്നാണ് അയാളുടെ പേര്. സമ്പാദിയുടെ മകൻ്റെ പേര് സുപാർശ്വൻ. അയാൾ ഈ അച്ഛന് ഇങ്ങനെ ചിറക് കരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് പിന്നെ ആഹാരം കൊണ്ട് കൊടുക്കും. ഒരു ദിവസം ആഹാരം കൊണ്ട് താമസിച്ച് വന്നപ്പോഴാണ് അയാൾ വരുന്ന മാർഗം വഴി ഈ രാവണൻ കടന്നുപോയ കാര്യം അയാൾ കണ്ടു. സമ്പാദിയോട് അയാളും വന്ന് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലങ്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറന്നു വരുന്ന സമയത്ത് ഇങ്ങനെ
ലങ്കയിലേക്ക് രാവണൻ ഒരു സ്ത്രീയെയും കൊണ്ട് താഴെ പോകുന്നു. പിന്നെ അന്വേഷണത്തിൽ അറിഞ്ഞു അത് സീതാദേവിയാണെന്ന് ഒക്കെ അറിഞ്ഞാച്ചാൽ അതുകൊണ്ടാണ് എനിക്ക് ആഹാരം കൊണ്ട് താമസിച്ചു പോയത് എന്ന് സുഭാർഷൻ പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ മകനായ സുഭാർഷൻ പറഞ്ഞും എനിക്കിത് മനസ്സിലായിട്ടുണ്ട് എന്നും കൂടി ഈ വിവരം ഈ സമ്പാദി വാൻഡന്മാരോട് പറഞ്ഞു. അപ്പോൾ തെക്ക് ദിക്കിലേക്ക് വന്ന ആളുകൾക്കാണ് ഈ ലക്ഷ്യങ്ങളിലെത്താൻ കഴിയുന്നത്. ബാക്കി ദിക്കിലുള്ള യാത്ര വെറുതെ ആയിപ്പോയി. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പിന്നെ വടക്കോട്ടും ഒക്കെ ആളുകൾ പോയില്ലേ. അവർക്ക് ആർക്കും ഈ വാർത്ത കിട്ടിയില്ല. തെക്കോട്ട് പോയ വാൻഡന്മാർക്കാണ് ഈ വാർത്ത കിട്ടിയത്. അവർ വളരെ സന്തോഷിച്ചു. പക്ഷേ ഒരു കാര്യം, എങ്ങനെ സമുദ്രം തരണം ചെയ്യും? തിതീർഷുർ ദുസ്തരം മോഹാദുടുവേനാസ്മി സാഗരം എന്ന് പണ്ട് കാളിദാസൻ പറഞ്ഞതുപോലെ ഒരു ഓടിവെള്ളത്തിൽ സമുദ്രം തരണം ചെയ്യാൻ പറ്റുമോ? വലിയ സമുദ്രമാണ്, മുദ്രയോടുകൂടിയാണ്, അതിരോടുകൂടിയതാണ് സമുദ്രം. സമുദ്രം എന്ന വാക്കിന് എവിടെയെങ്കിലും കരയുണ്ടെന്ന അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള സമുദ്രം കടക്കണം. എങ്ങനെ കടക്കും? എങ്ങോട്ട് ചാടും? 100 യോജനയുണ്ട് ഇവിടുന്ന്. ഈ മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് 100 യോജന ദൂരെയാണ് ഈ ലങ്ക. യോജന എന്ന് പറഞ്ഞാൽ പണ്ട് ദൂരം അളക്കുന്ന ഒരു സമ്പ്രദായമാണ്. തോര, പിന്നെ അങ്കുലം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പിന്നെ കണക്കുകളുണ്ടായിരുന്നു. ഏകദേശം 8 മൈലാണ് ഒരു യോജന എന്ന് പറയുന്നത്. ഒരു യോജന ഏകദേശം 8 മൈൽ വരും. അപ്പോൾ അങ്ങനെ 100 യോജന വരുമ്പോൾ എത്ര മൈലായി എന്ന് കൂട്ടിയാൽ മതി. അത്രയും ദൂരമുണ്ട്. അത്രയും 100 യോജന വിസ്താരമുള്ള സമുദ്രം ഒറ്റ ചാട്ടം കൊണ്ട് അപ്പുറത്തെത്തുകാനും പറ്റുമോ? വളരെ വിഷമേറിയ കാര്യമാണ്. ഓരോരുത്തരും അവരവർക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തെ കണക്കാക്കി നോക്കി. നല്ല ലോങ് ജമ്പ് വീരന്മാരാരെങ്കിലും വേണം. എന്തായാലും ആ ലോങ് ജമ്പ് എത്ര ചാടാൻ പറ്റും? വെള്ളത്തിൽ വീണ് പോവും, ചത്തും പോവും. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു എനിക്ക് 50 യോജന, അല്ല എനിക്ക് 25, അല്ല എനിക്ക് 35, എനിക്ക് 40, എനിക്ക് 75, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ 100-ൽ ആരും എത്തിയില്ല. ഇതെല്ലാം കേട്ടും കൊണ്ട് ഹനുമാൻ അനങ്ങാതെ ഇങ്ങനെ കൂനി പിടച്ചിരിക്കുക. അയാളൊന്നും പറയുന്നില്ല. ഒരു പരീക്ഷണാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കേൾക്കുന്നു. ഞാൻ വിചാരിച്ചാൽ എന്തോ ചെയ്യാനാ എന്ന് വിചാരിച്ചാൽ അയാൾ ഇങ്ങനെ അനങ്ങാതെ ഇരുന്നു. എന്നാൽ ഉത്സാഹിയും മഹാശക്തനുമാണ് ഹനുമാൻ എന്നുള്ള കാര്യം അറിയുന്നില്ല. അതാണ് ചില അലസന്മാരായ ആളുകൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. അവർക്ക് ആ കഴിവ് പുറത്തെടുക്കാനുള്ള ഒരു മനസ്സ് തോന്നിയാൽ ആരെങ്കിലും പുറകെ നിന്ന് ചോദിച്ചു കൊടുക്കുകയോ അയാളെ ഒന്ന് സ്പീഡാക്കുകയോ ചെയ്യുമോ, അയാളെ ഒന്ന് പുകഴ്ത്തുകയോ അയാളെ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ ശക്തി വരുന്നത്. ചില ആക്ഷേപങ്ങൾ കേട്ടാൽ മതി നമുക്ക് ശക്തി കൂടും. ഇങ്ങനെയുള്ള ആളുകൾക്ക്, മടിയന്മാരായ ആളുകൾക്ക് ശക്തി കൂടും. ചിലപ്പോൾ പുകഴ്ത്തൽ കേട്ടാൽ ചിലപ്പോൾ ശക്തി കൂടിയെന്ന് വരും. അല്ലെങ്കിൽ അവനവൻ്റെ ശക്തി ആരും മനസ്സിലാക്കുന്നില്ല. ഈ സ്ലീപ്പിംഗ് എബിലിറ്റി എന്ന് പറയും, സുപ്ത ശേഷി എന്ന് പറയും. ഈ സുപ്ത ശേഷി എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് ഈ ശക്തി. പക്ഷേ അത് വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താൻ അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അത് ശ്രദ്ധിച്ചാൽ അത് ആ ശക്തിയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ഒരു ദിവസം തന്നെ ക്രിയേറ്റീവായി വളരെ സൃഷ്ടിന്മുഖമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഇല്ല. 1, 2, 3 കാര്യങ്ങൾ ചെയ്യാമായിരിക്കും. പക്ഷേ പകലുള്ള ഈ 12 മണിക്കൂറിൽ ഒരു 8 മണിക്കൂറും വളരെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും, വളരെ ആക്റ്റീവായിട്ട് ഇരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുമോ? കഴിഞ്ഞാൽ മറ്റു ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കുന്നതിനേക്കാൾ അപേക്ഷിച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം, എടാ ഇത്രയും കാര്യം ഞാൻ ഇന്ന് ചെയ്തു, ഇനി എനിക്ക് 2 ദിവസത്തേക്ക് വയ്യ എന്നേ വിചാരിക്കത്തുള്ളൂ. അങ്ങനെയല്ല, എനിക്ക് കഴിയുന്നിടത്തോളം എല്ലാ ദിവസങ്ങളും ഇത് ചെയ്യണം. കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അതിനൊരു മുടക്കം ഉണ്ടാകാൻ പാടില്ല. നിരവരതം കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അത് ആ കർമ്മബോധത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം ആവശ്യബോധമാണ്. ആവശ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മം മുമ്പോട്ട് നയിക്കാൻ നമുക്ക് സാധ്യമാവും. അല്ലെങ്കിൽ അത് നാളെ ചെയ്യാം, അല്ലെ മറ്റൊന്ന് ചെയ്യാം, ഇങ്ങനെ നാളെ എന്നുള്ളത് നീളെ ആയിപ്പോവും. അപ്പോൾ കർമ്മം അതല്ല. ഇപ്പോൾ ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യണം. ആ ഒരു രീതി എടുക്കണം. എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ട് ഇത്ര ഒരു കാര്യം. നമ്മുടെ പിന്നെ ജീവിത ക്രമങ്ങളിൽ ഈ കർമ്മങ്ങൾ വരുന്നതിന് ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കണം. ഇത്ര മണിക്കൂർ ഞാൻ ജോലി ചെയ്യും. അങ്ങനെയാണല്ലോ ഒഫീഷ്യൽ വർക്ക്സ് എല്ലാം. പിന്നെ 8 മണിക്കൂർ ജോലി ചെയ്യണമെന്നാണല്ലോ. പക്ഷേ 8 മണിക്കൂർ എത്ര പേര് ജോലി ചെയ്യും? ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകും, പിന്നെ ചോറുണ്ണാൻ പോകും, പിന്നെ പറഞ്ഞിരിക്കും, ഫോൺ ചെയ്യാൻ പോകും, വീഡിയോ സിഗരറ്റ് വലിക്കാൻ പോകും, ടോയ്ലറ്റിൽ പോകും, അവിടെ പോകും, ഇവിടെ പോകും, കണ്ടവരോട് വർത്തമാനം പറയും. ഇങ്ങനെ നിന്നിട്ട് സമയം കളയാറില്ലേ? ആ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? ആരുമില്ലെന്ന് വേണം പറയാൻ. എന്തായാലും ശരി, ഇങ്ങനെ ഹനുമാൻ ഇവിടെ കൂനിപ്പടിച്ച് അനങ്ങാതെ ഇങ്ങനെ കുത്തിയിരുന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല.
ഏതോ ഒരു മൗഢ്യം ബാധിച്ച മട്ടുണ്ട്. എല്ലാവരും വായുപുത്രനെ നോക്കി, വായുപുത്രനാണ് ഹനുമാൻ, നോക്കി. അപ്പോഴാണ് വൃദ്ധനായ ജാമ്പവാൻ ഹനുമാൻ്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീര്യത്തെപ്പറ്റി പ്രശംസിച്ചു പറഞ്ഞു. ചുമന്നല്ലോ, എടാ നീ പണ്ട് അങ്ങനെ ചെയ്തു, നീ പണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പണ്ട് സൂര്യനെ കണ്ടും കൊണ്ട് കൂരിപ്പഴമാണ് തിന്നാൻ കൊള്ളാവുന്ന നീ സൂര്യബിംബത്തിന് വിഴുങ്ങാനായിട്ട് ചാടിയില്ലോടെ. ആ ചാടിയപ്പോൾ സൂര്യഭഗവാൻ കയ്യിലിരുന്ന ആയുധം കൊണ്ട് ഒറ്റ വെട്ടുവെട്ടിയതിൻ്റെ ഫലമായിട്ടല്ലോടെ നിൻ്റെ ഈ താടിയിൽ മുറിഞ്ഞു പോയത്. അങ്ങനെയാണ് നിനക്ക് ഹനുമാൻ എന്ന് പേര് കിട്ടിയതെന്ന് നീ മറന്നുപോയോ? ഈ കാര്യങ്ങളൊക്കെ ഹനുമാൻ പറഞ്ഞപ്പോൾ ശരിയാണല്ലോ എന്ന് ഹനുമാൻ ഓർത്തത്. ഹനുമാൻ്റെ വാക്കിൻ്റെ അർത്ഥം ഹനുമാൻ താടിയല്ലേ, അതിന് ക്ഷതം പറ്റിയവൻ എന്നാണ് ഹനുമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഈ ഹനുമാൻ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചപ്പോൾ ഹനുമാൻ ശരീരം ഒന്ന് കുടഞ്ഞു. രാമകാര്യത്തിന് വേണ്ടി തന്നെ ജനിച്ചവനും അതിനു വേണ്ടി തന്നെ ജീവിക്കുന്നവനും രാമകാര്യമായി തന്നെ ഇപ്പോൾ പുറപ്പെട്ടവനുമായ നീയാണ് കാര്യം സാധിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു. നിൻ്റെ കയ്യിലാണല്ലോ ഭഗവാൻ അങ്കുലീകം തന്നിരിക്കുന്നത്. അത് നിൻ്റെ തന്നെ തരേണ്ട കാര്യം നീ ആലോചിച്ചോ. ശ്രീരാമൻ മോതിരമൂരി ഹനുമാനെ നിൻ്റെ കയ്യിലാണ് തന്നത്. എന്താ നിൻ്റെ കയ്യിൽ തരാൻ കാര്യം? എൻ്റെ കയ്യിൽ എന്താ തരാഞ്ഞ്? അല്ലെ അംഗത്തിനുണ്ടായിരുന്നു, അംഗത്തിൻ്റെ കയ്യിൽ എന്താ കൊടുക്കാഞ്ഞ്? വേറെ എത്ര ഉമ്മാരിവിടെ ഉണ്ട്, ഉമ്മാരുടെ ആരുടെയും കൈ കൊടുക്കാഞ്ഞ് എന്താ? നിൻ്റെ കയ്യിൽ എന്തിനാ തന്നേ നീ ആലോചിച്ചോ. അപ്പം നിനക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ കഴിയൂന്ന് ശ്രീരാമചന്ദ്രൻ അറിയാം. നീ ഓർത്ത് നോക്ക്. ഇതൊക്കെ പ്രശംസാപരമായി തന്നെയാണ് കേട്ടത്. നിന്നോടാണല്ലോ അടയാളവാക്യം പറഞ്ഞിരിക്കുന്നത്. നിനക്കല്ലാതെ ആർക്കാണ് ഈ മഹാകാര്യം സാധിക്കാൻ കഴിയുന്നത്? അതിന് നീ ഒന്ന് ഉണര് എന്നിങ്ങനെ ജാമ്പവാൻ ഹനുമാനെയും അദ്ദേഹത്തിൻ്റെ വീര്യത്തെയും വാഴ്ത്തി വാഴ്ത്തി പറഞ്ഞപ്പോൾ ആഞ്ജനേയൻ ഈ ഹനുമാൻ തന്നെത്താൻ ഉണർന്നു. തൻ്റെ വീര്യത്തെ അറിഞ്ഞ് കൈകാലുകൾ കുടഞ്ഞ് ഉറക്കെ ഒന്ന് അട്ടഹസിച്ച് ഇരുന്ന ദിക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആഞ്ജനേയൻ്റെ ഹനുമാൻ്റെ അതിഭയാനകമായ അട്ടഹാസം കൊണ്ട് സമുദ്രം കലങ്ങി മറിഞ്ഞു എന്നാണ് കവി പറയുന്നത്. ആ മഹേന്ദ്രപർവ്വം തന്നെ ഒന്ന് ഇളകി വിറച്ചു എന്നാണ് പറയുന്നത്. വാണ്ടന്മാർ ഞെട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. പലരും ഈ ശബ്ദത്തിൻ്റെ ഈ ശക്തിയിൽ മറിഞ്ഞ് തല വീണു. ഉദ്ബുദ്ധമായ പൗരുഷം, അതിശക്തമായ പൗരുഷം ഒരു രൂപത്തിൽ ഉണ്ടായതുപോലെ വിളങ്ങിയ ഈ ഹനുമാൻ ഗംഭീരമായ നാദത്തിൽ മേഘഗർജനം പോലെ വാണ്ടന്മാരെ നോക്കി ഉറക്കെ പറഞ്ഞു, ആരും ഭയപ്പെടേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ ഒരു ചാട്ടത്തിന് സമുദ്രത്തെ അതിലംഘിച്ച് ലംഘിച്ചെന്ന് സീതയെ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ എല്ലാം ജീവിതം അതുകൊണ്ട് രക്ഷപ്പെടും. ആരുടെ സ്മരണ മാത്രം കൊണ്ട് വളരെ ഭയാനകമായ ഈ സംസാര സമുദ്രത്തെ പോലും വിഷമം കൂടാതെ കടക്കാൻ കഴിയുന്നു. ആ രാമേന്ദ്രൻ തിരുനാമം എന്നും വാഴ്ത്തപ്പെടും. അതെനിക്ക് തുണയായിട്ടുണ്ട്. ഞാൻ സാധിച്ചെടുക്കും. തീർച്ചയായും സീതാദേവി ഞാൻ കാണും. നിങ്ങൾ സമാധാനമായിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. മഹേന്ദ്രപർവ്വതം ഒന്നിളകി. അവിടെ ഉള്ള ജീവികളെല്ലാം അവിടുന്ന് ഭയപ്പെട്ടു. അതിൻ്റെ മാളങ്ങളിലുണ്ടായിരുന്ന പാമ്പുകളെല്ലാം ഭയപ്പെട്ട് ഓടി. പക്ഷികൾ പറന്നുപോയി. ആകെപ്പാടെ അതിഭയാനകമായ ഒരു അന്തരീക്ഷം മഹേന്ദ്രപർവ്വതത്തിന് ചുറ്റും സൃഷ്ടിക്കാൻ ഹനുമാന് കഴിഞ്ഞു. അത് സ്ഥിരോത്സാഹത്തിൻ്റെയും കോപത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റേതുമായ ഒരവസ്ഥ ആ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും അവരിൽ സന്തോഷവും കാര്യം നടന്നു എന്ന് വിശ്വസിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഉറപ്പും നൽകാൻ ഹനുമാന് കഴിയുന്നതോടുകൂടി കിഷ്കിന്ധാകാന്ഡം സമാപിക്കുന്നു. ഇന്നത്തെ നില അവിടെ നിൽക്കട്ടെ. കിഷ്കിന്ധാകാന്ഡം അങ്ങനെ അവസാനിക്കുകയാണ്. ശരി, നമസ്കാരം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.